കൂടെ ഉണ്ടാവണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. തമിഴ്നാട്ടിൽ, കേരളത്തിൽ, ഈ ദക്ഷിണ ഇന്ത്യയിൽ ലീഗ് വേണമെന്നവർ ആഗ്രഹിച്ചു. ചർച്ച തുടങ്ങിയപ്പോൾ ലീഗ് വലിയ ഡിമാൻഡുകൾ വെച്ചു. ഞങ്ങൾക്ക് വടകര മണ്ഡലം വേണം, 3 സീറ്റ്, ഒന്നും പറഞ്ഞില്ല. ഒറ്റ ഡിമാൻഡ്. 87 ബനാത്തുവാല സാഹിബ് കൊണ്ടുവന്ന ബില്ല് ഔദ്യോഗിക ബില്ലായി ഈ രാജ്യത്തെ മനുഷ്യർക്ക് നേർക്കുനേരെ ജീവിക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കണം. കോൺഗ്രസ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. 3 ദിവസത്തിന് ശേഷം വീണ്ടും ചർച്ച. കോൺഗ്രസ് ഒരു ഡിമാൻഡ് വെച്ചു. ബാബരി മസ്ജിദ് വലിയ തർക്കമാണ്, അതുകൊണ്ട് ആ ബാബരി മസ്ജിദ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് ഒഴിച്ചു വെച്ചു. ബാക്കി എല്ലാ പള്ളികളുടെ മുകളിലും, അമ്പലങ്ങളുടെ മുകളിലും, ആരാധനാലയങ്ങളുടെ മുകളിലും ബില്ല് കൊണ്ടുവരാം. ലീഗ് സമ്മതിച്ചു. ആ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇന്ത്യയുടെ പ്രതിഭാധനനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. നമ്മളൊക്കെ നിശ്ചലമായി നിന്നുപോയ സമയം. പിന്നെയും തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നടന്നു. കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ വന്നു. കോൺഗ്രസ് നമുക്ക് വാക്ക് നൽകിയ രാജീവ് ഗാന്ധി ഇല്ലാതെയും വാക്കുപാലിച്ച ബില്ല് കൊണ്ടുവന്നു. എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നില്ല. ഞങ്ങൾ ആരോടും വിരോധം വെച്ച് സംസാരിക്കുകയല്ല. ഞങ്ങൾ ഒരുപാട് പൊരുതിയിട്ടുണ്ട് ഈ രാജ്യത്തിലെ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ, SDPIക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. ഐഡിയോളജിക്കലായി ഈ രാജ്യത്ത് നിൽക്കാവുന്ന ഐഡിയോളജി അല്ല നിങ്ങളത് എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാക്കാനാകുമെങ്കിൽ, ഇടപെടാൻ കഴിയുമെങ്കിൽ, മറ്റാരെയും വേദനിപ്പിച്ചല്ല, ഈ രാജ്യത്തിന്റെ മതേതര ചേരിക്ക് കരുത്തു കൊടുത്താണ്. നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ ഇടമാണ്, നമ്മുടെ രാജ്യമാണ്. ഏതെങ്കിലും വൃത്തികെട്ട RSSകാരനും കമ്മ്യൂണിസ്റ്റുകളും പറയുന്ന പോലെ ഈ രാജ്യം നമ്മുടെ സ്വത്താണ്. അവര് പറയുന്ന പോലെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ളവരല്ല. സംശയം ഉണ്ടെങ്കിൽ ഇവനൊക്കെ ഈ മണ്ണിലേക്ക് അവന്റെ മുഖം ചേർത്ത് പിടിച്ചു കൊടുക്കണം. നമ്മുടെ പിതാമഹന്മാരുടെ ചോര കൊണ്ട് പങ്കിലപ്പെട്ട് കിടക്കുന്ന, പവിത്രപ്പെട്ട് കിടക്കുന്ന ഈ മണ്ണ് മണക്കുമ്പോൾ അവന് മനസ്സിലാവും ഞങ്ങൾ ആരായിരുന്നു തന്നെ. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തത് കമ്മ്യൂണിസ്റ്റുകളും RSSകാരാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോണില്ല. പലപ്പോഴും ഷിബു പറയുന്ന ഞാൻ എത്രയോ തവണ ആവേശത്തോടെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പഴയ ചരിത്രം എന്ന് പറയുന്നത്, ജോഷിയുടെ ചരിത്രം എന്ന് പറയുന്നത്, കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ 980കളിലില്ല, 90കൾ വരെ ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര പതാക നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ 7 അയലത്ത് നിങ്ങൾ തൊടുവിച്ചിട്ടില്ല. നിങ്ങൾ ഈ രാജ്യത്ത് അംഗീകരിക്കാത്തവരാണ്. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയാണ്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ഈ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തണം സ്നേഹമുള്ളവരെ. ഈ മുന്നേറ്റത്തിന് കരുത്തു പകരണം. ഭിന്നിച്ചു നിന്ന് നശിക്കേണ്ട ഒരു സമയമല്ല ഇത്. ചേർന്നു നിൽക്കേണ്ട സമയമാണ്, ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഈ ഫാഷിസ്റ്റ് കാലത്തെ മനുഷ്യനെ